രാഹുൽ ഗാന്ധിയെ നാട് കടത്തോ സർ? രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ലെങ്കിൽ ഇന്ത്യ വിട്ടു പോകേണ്ടി വരും. കാരണം നമ്മുടെ രാജ്യത്ത് നുഴഞ്ഞു കയറി വന്നിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ നിൽക്കാം. ആ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ പുറത്തു പോകേണ്ടി വരും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ പൗരനാണോ എന്ന കാര്യത്തിൽ സംശയം വന്നിരിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിക്കാണ്. അലഹബാദ് ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞ ജഡ്ജി ഉത്തരവിട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇടണം, അന്വേഷിക്കണം. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. എന്താണ് അന്വേഷിക്കേണ്ടത്? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു ചാനലായ ഏഷ്യാനെറ്റിൽ ഞാൻ ഈ വാർത്ത കണ്ടു. ഏഷ്യാനെറ്റിൽ ഈ വാർത്ത മൂന്നാമത്തെയോ നാലാമത്തെയോ വാർത്തയാണ്. എന്നിട്ട് പറയുകയാണ് BJP-കാരനായ വിഘ്നേഷ് ശിശിർ കൊടുത്ത കേസിലാണ്. ആര് കൊടുത്തു എന്നുള്ളതല്ല, അതിൻ്റെ മെറിറ്റാണ്. BJP-യുടെ ബാംഗ്ലൂരിലെ പ്രവർത്തകരായ വിഘ്നേഷ് ശിശിറാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ലക്നൗ കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ലക്നൗ കോടതി തള്ളി. അതിനെതിരെയാണ് വിഘ്നേഷ് ശിശിർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിഘ്നേഷ് ശിശിർ പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ല എന്ന് പറയാൻ കാരണം രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. ബ്രിട്ടനിൽ 2003 രജിസ്റ്റർ ചെയ്ത ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ 65% ഓഹരിയുള്ള ഡയറക്ടറാണ്. അവിടെ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി എഴുതി കൊടുത്തിരുന്നു ബ്രിട്ടീഷ് പൗരനാണ്. എന്നിട്ട് ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്നോട് ഇന്നാൾ ഈ കേസ് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു വനിതാ സുഹൃത്ത് ചോദിച്ചു, രാഹുൽ ഗാന്ധിയുടെ ആരാധികയാണ്, അല്ല ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു പൗരത്വം എടുത്തെങ്കിൽ എന്താ, അത് ക്ഷമിച്ചു ഇനിയിപ്പോൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്. അങ്ങനെ പറ്റത്തില്ല പ്രജിത. കാരണം നമ്മുടെ രാജ്യത്ത് ഒറ്റ പൗരത്വം പറ്റത്തുള്ളൂ. ഇപ്പം അമേരിക്കയിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആവാം, ഇസ്രയേലിലാവാം, ഒരേ സമയം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പൗരന്മാരായിട്ട് തുടരാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഏക പൗരത്വമുള്ളൂ. അതായത് ഇന്ത്യക്കാരൻ ആയിരിക്കാം. ഇന്ത്യക്കാരനല്ലാതെ നിങ്ങൾ അമേരിക്കൻ പൗരത്വം എടുത്താൽ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് പോകും. അപ്പോൾ അമേരിക്കയിലേക്കോ കാനഡയിലൊക്കെ ഉള്ള മലയാളികളുടെ വരും. അപ്പോൾ നമ്മളൊരു കാർഡ് കൊടുക്കുന്നുണ്ട്, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, OCI കാർഡ്. പക്ഷെ അത് പൗരത്വ രേഖയല്ല. വിദേശത്ത് കഴിയുന്ന നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു ആധാർ പോലത്തെ രേഖ എന്ന് പറയുമ്പോഴത്തേക്ക് ആധാർ രേഖയല്ല. ആധാർ വലിയ രേഖയൊന്നുമില്ല. ഇന്ത്യയിൽ 120 ദിവസം താമസിക്കുന്ന വിദേശിക്കും ആധാർ എടുക്കാം. ആധാർ പൗരത്വത്തിനുള്ള രേഖയല്ല, ഒരു ഐഡൻറ്റിറ്റി കാർഡ് മാത്രമാണ്. ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഫിംഗർ പ്രിൻ്റൊക്കെ വെച്ച് ഈ ബയോമെട്രിക്കൊക്കെ ഉള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് മാത്രമാണ് ആധാർ. അതുപോലെയാണ് ഈ OCI കാർഡും. അപ്പോൾ ഇന്ത്യയിൽ ഒരാൾ ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിൽ അയാൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, അതായത് ഇരട്ട പൗരത്വം അനുവദിക്കാത്തതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം റദ്ദായിപ്പോകും. അപ്പോൾ രാഹുൽ ഗാന്ധി ബാക്ക് ഓപ്സ് എന്ന് പറയുന്ന കമ്പനി രൂപീകരിച്ച് UK-യിൽ പോയി ബ്രിട്ടീഷ് പൗരത്വം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും? ഇന്ത്യൻ പൗരത്വം റദ്ദായിപ്പോകും. ഇന്ത്യൻ പൗരത്വം റദ്ദായിരുന്നിട്ടും രാഹുൽ ഗാന്ധി നിരന്തരം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിക്കുന്നു. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്, ജയിലിൽ പോകുന്ന കുറ്റമാണ്. അത് ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം നാട് കടത്താം. ഏത് രാജ്യത്തേക്ക്? ഏത് രാജ്യത്തെ പൗരത്വമാണോ ഉള്ളത് അവിടേക്ക്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ നാട് കടത്താൻ പറ്റും. നിയമം അങ്ങനെയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിപ്പോൾ എന്നാൽ പിന്നെ രാഹുൽ ഗാന്ധി അവിടെ ആയിരുന്നു, ഇപ്പോൾ ഇന്ത്യക്കാരനല്ലേ? പറ്റത്തില്ല. കാരണം അവിടെ പൗരത്വം എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ പൗരത്വം പോയി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. വേറെ പൗരത്വം എടുക്കുമ്പോൾ അപ്പോൾ ഇന്ത്യൻ പൗരത്വം ഇല്ലാണ്ടാവും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ വീണ്ടും ഇവിടെ വന്ന് പൗരത്വത്തിന് അപേക്ഷ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, ഇന്ന് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു എന്നൊക്കെ ഏഷ്യാനെറ്റ് കാണിക്കുന്നത്. എന്താ ആഞ്ഞടിയാണോ പാർലമെൻറ്റിൽ? ആഞ്ഞടിച്ച രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു വലിയ വിധി, ഇന്ത്യയിലെ അതിപ്രശസ്തമായ ഏറ്റവും ബോൾഡായിട്ടുള്ള വിധികൾ പറഞ്ഞിട്ടുള്ള അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. FIR ഇടാനാണ് പറഞ്ഞത്. എന്താണ്? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ കേസിലുള്ളത്. അത് രാജ്യത്തെ നാഷണൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമായ കാര്യങ്ങളുമാണ് ഈ കേസിൽ ഉത്ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അന്വേഷിക്കുക എന്നാണ് ഇന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു പൗരത്വത്തിൻ്റെ കേസ് മാത്രമല്ല പ്രജിത. നമുക്ക് ഈ പറഞ്ഞു വന്നിട്ട് ഇത് പൗരത്വ കേസ് എന്ന് പറഞ്ഞ് ഒതുക്കരുത്. ഇത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി കേസ് കൂടിയാണ്. അപ്പോൾ പറഞ്ഞുതരാം. ബ്ലാക്ക് ഓപ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ 65%, ബ്രിട്ടീഷ് കമ്പനിയാണ്, 65% ഷെയർ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്, കയ്യിലാണ്. രാഹുൽ ഗാന്ധിയാണ് 65% ഷെയറിൻ്റെ ഉടമസ്ഥൻ. ബാക്കി 35% ആരാന്നറിയോ? മുൻപ് ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന എഡ്വേർഡോ ഫെലോറോയുടെ മരുമകൻ ഒരാളുണ്ട്, അമേരിക്കക്കാരനാണ്, അൾറിക് മാഗ്നറ്റ് എന്ന് പറയും. അൾറിക് മാഗ്നറ്റ് അമേരിക്കക്കാരനാണ്, കോൺഗ്രസ്സുകാരനായ മുൻ കേന്ദ്രമന്ത്രിയുടെ മരുമകനാണ്.
കോൺഗ്രസ്സുകാരനാണേ. അപ്പോൾ ഇയാളുമായി ചേർന്നിട്ടാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കമ്പനി ഫ്രാൻസുമായിട്ട് ചേർന്നുള്ള ഒരു സ്കോർപിയൻ അന്തർവാഹിനി ഇടപാടുണ്ട്, അതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചു. ബാക്ക് ഓപ്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ബാക്ക് ഓപ്സ് എന്ന് പറഞ്ഞാൽ പുറകിലത്തെ ഓപ്പറേഷൻ, അതായത് വലിയ അന്താരാഷ്ട്ര കരാറുകളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞ ദല്ലാണ്, ബ്രോക്കർ പരിപാടി. അങ്ങനെ 1878 കോടി രൂപയുടെയാണ് ഈ സ്കോർപിയൻ അന്തർവാഹിനി ഇടപാട്. അതായത് ഫ്രഞ്ച് കമ്പനി നിശ്ചയിച്ചതിനേക്കാളും 4500 കോടി രൂപ കൂട്ടിയാണ് ഫ്രാൻസിലെ കമ്പനി തീരുമാനിച്ചു ഇത്ര രൂപ വേണമെന്ന്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു? 4500 കോടി രൂപ കൂട്ടിയിട്ട് കരാർ കൊടുത്തു. അതിൻ്റെ ഇടനില പ്രവർത്തിച്ചാലാണ് ബാക്ക് ഓപ്സിൻ്റെ ഉടമസ്ഥരാരാണ്? രാഹുൽ ഗാന്ധിയും ഈ പറഞ്ഞ അൾറിക് മഗ്നൈറ്റും. അവർക്ക് ഏതാണ്ട് 700 കോടി രൂപയോളം കമ്മീഷൻ കിട്ടി. അപ്പോൾ അത് കമ്പനിയുടെ ഷെയർ ഹോൾഡർ എങ്ങനെയാണ്? 65-35. രാഹുൽ ഗാന്ധിക്ക് 65%, ഈ മഗ്നൈറ്റിന് 35%. അപ്പോൾ ഈ 700 കോടിയുടെ 65% ആർക്ക് കിട്ടിക്കാണ്? രാഹുൽ ഗാന്ധി. ഇത് 2003 23 വർഷം മുമ്പാണ്. അന്ന് രൂപയ്ക്ക് ഇന്നത്തെക്കാൾ വിലയുണ്ട്. അപ്പോൾ ഇത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ഇത് ബാക്ക് ഓപ്സ്. അപ്പോൾ അതിനകത്ത് കേവലം പൗരത്വം മാത്രമല്ല, രാജ്യത്തെ പ്രതിരോധ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വലിയ അഴിമതി കൂടിയുണ്ട്. അതായത് 700 കോടി രൂപയെങ്കിലും കമ്മീഷനായിട്ട് ബാക്ക് ഓപ്സ് തട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും മഗ്നൈറ്റും കൂടെ തട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസും കൂടി ഇതിനകത്തുണ്ട്, കേവലം പൗരത്വ കേസ് മാത്രമല്ല. അപ്പോൾ ഈ കേസിൻ്റെ ചരിത്രം വളരെ വിചിത്രമാണ്. ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ ബ്രിട്ടീഷ് കമ്പനി ഉണ്ടെന്നും ബ്രിട്ടീഷ് പൗരനാണെന്ന കമ്പനിയിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്നും ബ്രിട്ടനിൽ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുമുള്ള രേഖകളുമായിട്ട് ആദ്യം വന്നത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. സുബ്രഹ്മണ്യൻ സ്വാമി ഇത് ഡൽഹി ഹൈക്കോടതി കൊടുത്തു. ഡൽഹി ഹൈക്കോടതി ആ കേസ് ഇങ്ങനെ കുറേ കാലം കിടന്ന് കളിച്ചു. അതിനുശേഷം വിഘ്നേഷ് ശിശിർ അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഡൽഹി ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടിയാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ബ്രിട്ടനോട് ചോദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസൊക്കെ, അങ്ങനെ പൗരത്വം ഉണ്ടോ, പാസ്പോർട്ടിൻ്റെ രേഖകൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കോടതി കേസ് എടുക്കുമ്പോഴൊക്കെ കേന്ദ്രം മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം അലഹബാദ് ഹൈക്കോടതി വിഘ്നേഷ് ശിശിറിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ കേസ് ഇങ്ങനെ ഗണപതി കല്യാണം പോലെ പോകും, കേന്ദ്ര സർക്കാർ ഡീറ്റെയിൽസ് തരുന്നില്ല, അതുകൊണ്ട് തൽക്കാലം ഇത് നമുക്ക് തീർപ്പാക്കാം, ഇനി എന്തെങ്കിലും പുതിയ വിവരം കിട്ടുമ്പോൾ വീണ്ടും ആരംഭിക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ആദ്യം ക്ലോസ് ചെയ്തിരുന്നു. അതിനിടയ്ക്ക് വിഘ്നേഷ് ശിശിർ സ്വന്തം നിലയ്ക്ക് ബ്രിട്ടീഷ് സർക്കാരിന് കത്തെഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മറുപടി കിട്ടി, ഞങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിന് അമിത്ഷായുടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ള മറുപടി കിട്ടി. ഈ മറുപടി കിട്ടിക്കഴിഞ്ഞിട്ട് വിഘ്നേഷ് ശിശിറിന് ബ്രിട്ടീഷ് സർക്കാർ മറ്റൊന്നുകൂടി ചെയ്തു. മറുപടി മാത്രമല്ല, കേന്ദ്രത്തിന് കൊടുത്ത ഡോക്യുമെൻറ്റുകളുടെ പകർപ്പുകൂടി തനിക്ക് തന്നു എന്നാണ് വിഘ്നേഷ് ശിശിർ പറയുന്നത്. എന്നിട്ട് ഈ കത്ത് സഹിതം ഇയാൾ വീണ്ടും അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കത്ത് ഉൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റ്സ് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കത്ത് ഉൾപ്പെടെ അലഹബാദ് ഹൈക്കോടതി പരിശോധിച്ചിട്ട് കേന്ദ്ര സർക്കാരിനെ കക്ഷി ചേർത്തു. കേന്ദ്ര സർക്കാരിന് നോട്ടീസ് കൊടുത്തിട്ട് മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ ഹാജരാക്കാൻ പറഞ്ഞു. മുദ്രവെച്ച കവറിൽ കേന്ദ്രം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചപ്പോഴാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത് എന്താണ്, രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇടുന്നപ്പോഴാണ്, ഒരാളെ പ്രതിയാക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ രാഹുൽ എങ്ങനെയാണ് പ്രതിയാവുന്നത്? രാഹുലിന് പൗരത്വം ഇല്ലാത്തതുകൊണ്ടാണ്. രാഹുലിന് ഇന്ത്യൻ പൗരത്വമില്ല, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ എന്നതിന് കൃത്യമായ തെളിവുകൾ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഈ രാഹുൽ ഗാന്ധി രാജ്യത്തിന് ഇന്നും പറഞ്ഞു, രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മോദി മാജിക്കുകാരനാണ്, ബലാക്കോട്ട് മാജിക്ക്, ഡിമോണിറ്റൈസേഷൻ മാജിക്ക്, ഓപ്പറേഷൻ സിന്ദൂർ മാജിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളത്തെ കളിയാക്കാണ്. ബലാക്കോട്ട് മാജിക്കായിരുന്നു. ബലാക്കോട്ടിലെ ഭീകരന്മാരെ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിലൂടെ കൊലപ്പെടുത്തിയത് പാകിസ്ഥാൻ സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി കിറാന ഹിൽസ് അടക്കം അവരുടെ നൂർഖാൻ എയർബേസ് അടക്കം അടിച്ച് തകർത്ത് പാകിസ്ഥാനെ നിലംപരിശാക്കി. അതിനെക്കുറിച്ച് ഇയാൾ പറയുകയാണ് മാജിക്ക് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണല്ലോ. ബലാക്കോട്ടിൽ നമ്മൾ ജയിച്ചിട്ടില്ല, ഓപ്പറേഷൻ സിന്ദൂർ ജയിച്ചിട്ടില്ല എന്ന് ഇന്നും കൂടി ഇയാൾ കളവ് പറയുന്നു. ഇത്ര വലിയ കളവുകൾ പറയുന്ന ഒരാളെ എന്തിനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇങ്ങനെ അഴിച്ചു വിടുന്നത് എന്ന് നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ കേസ് വരുന്നുണ്ട്. ഈ കേസ് വരുമ്പോൾ സ്വാഭാവികമായും കോടതി മുമ്പാകെ രേഖകൾ ഹാജരാക്കുമ്പോൾ
നമ്മുടെ മാധ്യമങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് 5ാമത്തെ വാർത്തയായിട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അല്ല, കള്ളമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ബ്രിട്ടൻ ഔദ്യോഗികമായി ഡോക്യുമെൻ്റ് കൊടുക്കുകയും കോടതി അത് പരിശോധിച്ചിട്ട് ഇയാൾ ഈ വൃത്തികെട്ടവൻ, ഈ രാജ്യദ്രോഹി, നമ്മൾ പറയും പപ്പു ഗിപ്പു എന്നൊന്നുമല്ല, രാജ്യത്തെ മുടിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യം തനിക്ക് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങനെയും ഇന്ത്യയെ നശിപ്പിക്കണമെന്ന് അച്ചാരം വാങ്ങി നടക്കുന്ന ഈ രാഷ്ട്രദ്രോഹിക്കെതിരെയുള്ള നടപടികൾ കോടതി വഴി വരട്ടെ എന്ന് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചിരിക്കാം. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇടുന്നു. ഒന്നെങ്കിൽ യോഗിയുടെ പോലീസ് അന്വേഷിക്കും, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കും. അപ്പോൾ കോടതി ഇങ്ങനെ ഒരു FIR, രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടുന്ന ചുമ്മാതാണ്. കോടതി മുമ്പാകെ ഉചിതമായ രേഖകൾ, തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ലാതിരിക്കെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ കള്ള വോട്ട്, ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം ചുറ്റിപ്പോയി. പക്ഷേ അതിലും വലിയ ആറ്റം ബോംബ് അയാളുടെ തലയിൽ വീണിരിക്കുന്നത്. അയാൾ ഇന്ത്യക്കാരനല്ല, ഇന്ത്യൻ പൗരനല്ല. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ച ആൾ ഈ നാട്ടിൽ പ്രധാനമന്ത്രിയാകാൻ ശ്രമിച്ചു. ഭൂരിപക്ഷം കിട്ടിയ ആൾ പ്രധാനമന്ത്രിയാവുമായിരുന്നു. മനസ്സിലായില്ല? അപ്പം ഇപ്പം ചിലരെന്നോട് പറഞ്ഞു, അല്ല ഇന്നിപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു മറ്റൊരാളുടെ ഇപ്പോൾ സംസാരിച്ചത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അതിപ്പോൾ BJP സർക്കാരിൻ്റെ പിടിപ്പുകേടല്ലേ ഇങ്ങനെ ഒരാൾ? 2003 കമ്പനി, അന്ന് നരേന്ദ്രമോദി അധികാരത്തില്ല. BJPക്ക് എത്ര MP മാരുണ്ടായിരുന്നു? 2014 അപ്പോൾ BJP സർക്കാർ വരുന്നതിന് മുമ്പ് ഇന്ത്യ സർക്കാരോട് അറിഞ്ഞുകൊണ്ട് നടത്തിയൊരു നാടകമാണ്. അവിടെ പോയി മൻമോഹൻ സിംഗ് ഭരിക്കല്ലേ, മുതലാളിച്ചിയുടെ മകൻ അവിടെ പോയി 4 ചക്രം ഉണ്ടാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇന്ത്യൻ സർക്കാർ മിണ്ടിയിരുന്നില്ല. അവിടെ കമ്പനി ഉണ്ടാക്കി എല്ലാം ചെയ്തു. എന്നിട്ട് പിന്നീട് അബദ്ധം പറ്റിയത് ആ സിറ്റിസൺഷിപ്പ് റദ്ദാക്കിയിട്ട് ഇവിടെ വന്ന് പുതിയ പൗരത്വത്തിന് അപേക്ഷിച്ചില്ല. ഞങ്ങളല്ലേ കാലത്തും ഭരിക്കുന്നത്, ഒക്കെ ശരിയാക്കാം. ഓർക്കുന്നില്ലേ, 1968 ബാറിൽ വെച്ച് പരിചയപ്പെട്ട സോണിയാഗാന്ധിയെ രാജീവ് ഗാന്ധി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അന്നത്തെ ബീറിൻ്റെ ബില്ല് ഇപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക, രാജീവ് ഗാന്ധി അടിച്ച ബീറിൻ്റെ ബില്ല്. അതുകൊണ്ടല്ലേ സോണിയ നമ്മുടെ നിലയിലായത്. സോണിയ എന്നിട്ട് 83 ഇന്ത്യൻ പൗരത്വം എടുത്തത്, 1983. പക്ഷേ 1980 സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടായിരുന്നു. അപ്പോൾ പൗരത്വമില്ലാതെ വോട്ടർ പട്ടികയിൽ വരുന്നത് രാഹുൽ ഗാന്ധിയുടെ തള്ളയ്ക്ക് വരെ ശീലമുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് പാർട്ടി, മറ്റേ തടിയനുണ്ടല്ലോ ഈ ക്രൈം വെച്ച് പോക്കേണ്ട പാർട്ടി, ഖാർഗെ എന്താ പറഞ്ഞത്? അങ്ങനെ നടക്കാൻ വയ്യ, പിടിച്ചു കയറുന്ന കണ്ടില്ലേ, 3-4 പേര് പിടിച്ചൊക്കെ കേൾക്കുന്നത്. എന്തൊരു ബോഡി വെയിറ്റാണ്. ഞാൻ കളിയാക്കി പറഞ്ഞത് അല്ലേ, അദ്ദേഹത്തിന് ഭയങ്കര ശരീരഭാരമുള്ള ആളാണ്. അപ്പോൾ ആളുകൾ ചുമന്നൊക്കെയാണ് കേട്ടുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, അത് ഇലക്ഷൻ കമ്മീഷന് തോന്നി സോണിയാഗാന്ധിയെ പോലെ ഒരു മഹതി എവിടെ ഇരിക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വരുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. ഇലക്ഷൻ കമ്മീഷൻ എഴുതി ചേർത്താൽ ഞങ്ങളൊന്നും ചെയ്തല്ലെന്ന്. ഈ ഇറ്റലിക്കാരിയെ മതമ്മ വീട്ടിലിരിക്കുന്ന കണ്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇവരുടെ വീട്ടിലെ അരിവെപ്പുകാരനും പാവാട കഴുകുന്ന പാർട്ടിയായിരുന്നല്ലോ അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ. അതുകൊണ്ട് അങ്ങ് ചേർത്തു. അത് വലിയ പുലിവാലായപ്പോഴത്തേക്ക് 83 ഇതിൽ വന്നു, പിന്നീട് അത് ഒഴിവാക്കി. ഇപ്പോഴാണ് അതിൻ്റെ രേഖകൾ വരുന്നത്. അപ്പോൾ അതിന് മറ്റൊരു കേസുണ്ട്. അപ്പോൾ തള്ള ഉൾപ്പെടെ സകല കക്ഷികളും ഇത്തരം ഉടായിപ്പ് പരിപാടി കാണിച്ച് ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിക്കാൻ, ബ്രിട്ടീഷുകാർക്ക് ശേഷം കൊള്ളയടിക്കാൻ പോകുന്ന ഇറ്റലിക്കാരാണ്. ആ ഇറ്റലിക്കാരൻ പോയിട്ട് ബ്രിട്ടൻ്റെ പൗരത്വം സ്വീകരിച്ചു. ഏതായാലും അതിപ്പോൾ കുരുക്കായിരിക്കുന്നു. ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ ഇന്ന് പാർലമെൻറ്റിൽ ഈ പപ്പു ആഞ്ഞടിച്ചു. പപ്പു എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് പറഞ്ഞത്, പപ്പു അല്ല ശകുനി. ആഞ്ഞടിച്ചു എന്ന് പറയുന്ന ചാനലുകൾക്ക് ഇത് ഒന്നാമത്തെ വാർത്തയല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്കാരനല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അലഹബാദ് ഹൈക്കോടതി FIR ഇടാൻ പറഞ്ഞു. വേണേൽ അടുത്ത ഡിവിഷൻ ബെഞ്ചിൽ പോയി ഒരു സ്റ്റേ ഒക്കെ വാങ്ങാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഡോക്യുമെൻ്റാണ് കേന്ദ്ര സർക്കാർ ഹാജരാക്കിയതെങ്കിൽ അത് നോക്കിയിട്ടാണ് FIR ഇടാൻ ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി ഉത്തരവിട്ടിരിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യയെ ബാധിച്ചിരിക്കുന്ന, ഇന്ത്യയുടെ തോളത്ത് വിക്രമാദിത്യൻ്റെ കഴുത്തിൽ കയറിയിരുന്ന വേതാളത്തെ പോലെ ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന ഒരു വിഷവിത്തിൻ്റെ വീഴ്ച ആരംഭിക്കുകയാണ് എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ വലിയ സന്തോഷമുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിർഭയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഉറപ്പായും പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഇത്തരം വാർത്തകളുടെ സത്യാവസ്ഥ കൃത്യമായി ഒന്നും മറച്ചു വയ്ക്കാതെ പറയാൻ ഇന്ത്യ ലൈവ് ഉണ്ടാവും. ഇന്ത്യ ലൈവിൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.